എന്നാലും എൻ്റെ അളിയ എന്ത് പോക്കളിയാ പോയ. ഇന്നലെ ഒരു പൈന്റ് മേടിച്ചതല്ലേ അളിയ. ചേരിട്ട് നോക്കിപ്പോ ഒറ്റയ്ക്ക് കുടിച്ചില്ലേ കുപ്പി. സുബി 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 താരര. ഞാനിവിടെ കുപ്പിയുടെ കാര്യം പറയുമ്പോ നീ എന്നെ കളിയാക്കോളോ? നിങ്ങളൊക്കെയാണ് സത്യം പറഞ്ഞ മരണവീടിന്റെ ശാപം. ഞങ്ങളെ പോലുള്ള ഒരു മരണ വീടിന്റെ ശാപമല്ല, ഞങ്ങളെ പോലുള്ള ആൾക്കാരാണ് മരണ വീട്ടിൽ ഒരു ഓളം. ഓണോ? ആ പിന്നെ എടാ മരിച്ച ആൾക്കിനടുത്ത് ആരെങ്കിലും കരഞ്ഞില്ലെങ്കിൽ വല്ല രസമുണ്ടോ കാണാൻ? അല്ല ഈ മരിച്ച ആൾ ആരായിട്ട് വരും? മരിച്ച ആള് രാത്രി പ്രേതായിട്ട് വരും. നിനക്ക് വല്ല പേടിയുണ്ടോ? പേടിയുണ്ടോന്ന്? എടാ മരിച്ചവരോ മരിച്ചു, അവരിനി ആരുമായിട്ട് എങ്ങോട്ടും വരാൻ പോണില്ല. കാരണം അവര് മരിച്ചു പോയില്ലോ. ഇയാളെ തല വെളി കാണിക്കല്ലോ. അതിനാ തലച്ചോറില്ലാതെ എങ്ങനെ ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് തന്നെ ചിലപ്പോ പരീക്ഷണത്തിന് എത്തുകൊണ്ടോ? അതാണോ ഞാൻ ചോദിച്ചത്. ഇതൊക്കെ എന്നോട് ചോദിക്കാൻ നീ ആരാ? ഞാൻ മാലാക. മാലാകെ? ഈ കുട്ടിച്ചനെയും കൊണ്ട് സ്വർഗത്തിലേക്ക് പോവാൻ വന്നതാ. ഇവിടെ വന്നപ്പോഴേക്ക് സൗണ്ട് സെറ്റ് ചെയ്യാൻ ആരുമില്ല. ഞാൻ ചിറകങ്ങ് അഴിച്ചു വെച്ചിട്ട് ഈ കിടക്കണ വയറങ്ങെടുത്ത് കഴുത്തിലിട്ട് തന്റെ നെഞ്ചിലെ കല്ലെറിങ്ങിയോ? ലേശം. ഇല്ല തന്നെ ഞാൻ ഇവിടെയും കണ്ടില്ലോ. താൻ ആരാ അത്? ഞാൻ അളിയൻ. നിങ്ങൾ അളിയനാന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഞാൻ ഇവിടെയും കണ്ടിട്ടില്ലല്ലോ. എന്നെ അങ്ങനെ കാണും? ഞാൻ കടലിലല്ലേ. ഡോൾഫിനാണോ നിങ്ങള്? ഡോൾഫിൻ അല്ലെന്ന്. എടാ 17 വർഷമായിട്ട് ഞാൻ കപ്പലിലല്ലേ. ചൂണ്ടയുടെ ഫിഗർ ചെയ്യുമായിരുന്നോ കപ്പലില്? ചൂണ്ടയുടെ ഫിഗർ ചെയ്യല്ല, ഞാൻ കപ്പലിലെ കപ്പിത്താനാണ്. നിങ്ങൾ കപ്പിത്താനോ? ഒരു ലുക്കൂല്ലാത്ത ഇവൻ മാലാഖ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരക്ഷരം നിന്നോട് ഞാൻ പറഞ്ഞോ? ഞാൻ വിശ്വസിച്ചില്ലടാ. പിന്നെ ഞാൻ ഈ കപ്പിത്താനാന്ന് പറഞ്ഞപ്പോ നിനക്ക് എന്നാടോ ഒരു ഇത്? ഒരു വക ഇത്. എന്റെ ദൈവമേ ദേടാ വക്കച്ചൻ വിളിക്കണു. എന്റെ ദൈവമേ, ഇത് ഈ മരിപ്പ് പറയാനാണ് ഏറ്റവും വലിയ കുഴപ്പം. ബുദ്ധിമുട്ടത്. ഇവര് തമ്മില് ഭയങ്കര അഭിദോസ്തുക്കളാണ്. സർപ്രൈസ് ആക്കി വെച്ചാലോ? സർപ്രൈസ് ആക്കി വെക്കാൻ എന്റെ ദുബായിന്ന് വന്നാണോ അത്? എടാ ഇത് മരിച്ചെന്നങ്ങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ചങ്ക് പൊട്ടിച്ചാവും. ഒരു നേക്കിലൊക്കെ ഞാൻ പറയാം. ഹലോ ഹലോ വക്കച്ചാ. ഓ നമ്മുടെ കുട്ടിച്ചൻ പോയി കേട്ടോ. അവൻ എവിടെ പോയാലും അവൻ വൈകുന്നേരം ഇങ്ങ് വരും, എനിക്ക് അറിയാവുന്നതല്ലേ. ആ പോക്കല്ല, അതല്ല. പിന്നെ ഇന്നലെ നമ്മുടെ കുട്ടിച്ചൻ ദിവംഗതനായി. ചേടാ അവന് നല്ല ഒന്നാന്തരം ഒരു പേരുണ്ടല്ലോ, പിന്നെ എന്തിനാ അവൻ ദിവാകരൻ പേര് മാറ്റിയത്? അതല്ലെന്ന്. പിന്നെ നമ്മുടെ കുട്ടിച്ചൻ ഇടലോകവാസം വെടിഞ്ഞ് ആ തെക്കോട്ട് വാ വിളിച്ചിരുന്നെന്നാണോ ഈ പറഞ്ഞത്? ഇതങ്ങ് ഡയറക്റ്റ് അങ്ങ് പറഞ്ഞാ പോരാടാവേ. എന്റെ ദൈവമേ, ഇവൻ നെഞ്ചു പൊട്ടി ചാവൂന്ന് വിചാരിച്ച ഞാൻ ആരായി ഇപ്പൊ? കുട്ടിച്ചന്റെ ബോഡി വന്നോ? കുട്ടിച്ചനൊന്നും ഒരു ബോഡി ഇല്ലാത്ത ആളാർന്നു, ഈർക്കിളി പോലെ ഇരുന്ന. പിന്നെ ഞാൻ പറഞ്ഞു ജിമ്മിനിട്ട് ഇപ്പൊ നല്ല സ്റ്റീൽ ബോഡി വന്നവന്. നിങ്ങൾക്ക് സാമ്പത്തികമായി വലിയ മെച്ചമൊന്നും ഇല്ലല്ലേ? ഒന്നുമില്ല, ഉണ്ടാവത്തില്ല. നിങ്ങളുടെ ഈ മുണഞ്ഞ വർത്താനം കാരണം. കുട്ടിച്ചന് ബോഡി വന്നോണ്ടോ ചോദിച്ചത്? ബോഡി വന്നോന്നല്ലേ ചോദിച്ചത്? ബോഡി ഹോസ്പിറ്റലിലാണ്. ആണോ? ദൈവമേ, എനിക്ക് സഹിക്കാൻ പറ്റണില്ലേ, എനിക്ക് സഹിക്കാൻ പറ്റണില്ലേ. മേളിന്ന് വിളിച്ചാ പോവാതിരിക്കാൻ പറ്റുമോ? മേളിൽ വിളിച്ചെങ്കിൽ സൈഡിലേക്ക് എവിടെയെങ്കിലും പോട്ടെ. അതല്ലെന്ന്, മനുഷ്യന് ഇവിടെ ചൂടെടുത്ത് ഉരുകിയിരിക്കുമ്പോ ഈ പുള്ളി വെള്ളം പൊതിച്ച് ആ ഫ്രിഡ്ജിന്റെ അകത്ത് കയറി സുഖിച്ച് കിടക്കണ കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ലേ. എന്നെ ഒരു 10 മിനിറ്റ് അതിനകത്ത് കയറ്റി വെക്കാവോ? എനിക്ക് വയ്യടോ. എനിക്ക് വയ്യടാ. എന്നാ പറ്റി? ചൂടെടുത്തിട്ട് വയ്യെന്ന്. ഞാൻ കാത്തിക്കും. പിന്നെ എന്നൊക്കെ പറഞ്ഞാലും നല്ല ഒരു മനുഷ്യനായിരുന്നു ഈ കുട്ടിച്ചൻ. മരണ വീട്ടിൽ ആരും പറയാത്ത ഫ്രഷ് ഡയലോഗ്. അല്ല ഈ കുട്ടിച്ചൻ ഇത് എങ്ങനെയാണ് മരിച്ചത്? ഞാനും കുട്ടിച്ചനും കൂടി കുഞ്ഞുനാളില് തൊട്ട് ഭയങ്കര ചങ്കെന്ന് വെച്ചാ ചങ്കും ചങ്കുവാ. അപ്പൊ മരിക്കാൻ കിടന്നപ്പോ അവന്റെ അവസാനത്തെ ആഗ്രഹം എന്നെ ഒന്ന് കാണുന്നതായിരുന്നു. എന്നോട് എന്തോ ഒന്ന് പറയാനുണ്ടായിരുന്നു. ഈ കാര്യം കേട്ടുകൊണ്ട് ഞാൻ ചങ്കുണ്ടല്ലേ ഓടിച്ചെന്ന് കഴിഞ്ഞപ്പോ എന്റെ കുട്ടിച്ച ഐസിയുല എന്നാണ്ട് പറയണ്ട. എനിക്കത് എന്നാന്ന് കിട്ടിയില്ല. ഞാൻ വേഗം മുഖത്തിൽ ഈ മാസ്ക് എടുത്ത് മാറ്റി വെച്ച് ഒരു 20 മിനിറ്റ് ഇത് എന്നാന്നറിയാൻ വേണ്ടി ഇങ്ങനെ നിന്നതാ. പിന്നെ ഒരനക്കൂലടവേ നേരെ അങ്ങ് പോയി. ശ്വാസം മുട്ടല് പിടിച്ചു കിടന്ന മനുഷ്യന്റെ ഓക്സിജൻ മാസ്ക് എടുത്ത് മാറ്റിട്ട് അയാൾ നിന്ന് കഥാപ്രസംഗം പറയണ കേട്ടില്ലേ? എടാ ദൈവം വിളിച്ചപ്പോ അവന്റെ സമയമായി പോയതിന് ഞാൻ ദൈവം വിളിച്ചോ? താൻ പറഞ്ഞു വിട്ടെന്ന് പറയടോ. എന്നെ കേളും ദോഷം പറയരുത്. സത്യം. ഇത്രയും സൽപ്പേരുള്ള ഒരു വ്യക്തി കേരളത്തിലില്ല. ഇന്നേ വരെ ഒരു മനുഷ്യനെ കൊണ്ട് ഇച്ചിപ്പോ എന്നൊരു വാക്ക് ഇങ്ങനെ പറയിച്ചിട്ടില്ല. ഈ പുള്ളിനെ നമ്മളെടുത്ത് കല്ലറയിട്ട് കൊണ്ട് വെച്ചെന്ന് പറഞ്ഞാലും പുള്ളിനെ കുറിച്ച് ദോഷം പറയാൻ ഇങ്ങോട്ടാരും കയറും. ഒരു മനുഷ്യൻ പറ്റില്ല. ഉറപ്പത്. വന്ന
വഴി എടുത്ത് കുലിക്ക് നോക്കാൻ ഞാൻ എന്നെ വഴിക്ക് കിടക്കുന്ന തേങ്ങ. നിനക്ക് വല്ല പറയാണ്ടിരിക്കും, നീ ആ ടീപ്പോയുടെ പുറത്തേക്ക് വെച്ചേ. നീ പറ. പോവാം. അടക്ക് കഴിയട്ടെ. എന്റെ പെണ്ണുമ്പിള്ളനെ പറഞ്ഞു വിട്ടിട്ട് ബാംഗ്ലൂരോ ഊട്ടിക്കോ എങ്ങടെ വെടിയിലും മാമ കൊണ്ടുപോവാം. നീ ബാംഗ്ലൂർക്ക് പോവാന്ന് പറഞ്ഞു. അപ്പടിയല്ലേ? എന്നാ കിടന്നു മൊത്തം കരഞ്ഞ് തീർത്തോ. ഇത് ആശ്വസിപ്പിച്ചാ നല്ല ആശ്വാസം ഉണ്ട്. ആർക്ക്? എനിക്ക്. അങ്ങോട്ട് എന്നെ അടുത്ത താഴ്ത്തിക്ക് വെച്ചേ. ഉത്തരവാദിത്തം വേണം, ഉത്തരവാദിത്തം. ഒരു സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്തോടത്ത് വെക്കാൻ അറിയാൻ പാടില്ല നിനക്ക്. ഇനി പറ. ஐயோ என் கனவை இறந்து போயிட்டாங்க, என் கனவை இறந்து போயிட்டாங்க. എന്നടാ ഈ പെണ്ണുമ്പിള്ള പറയണേ? മനസ്സിലായില്ലേ? ഇല്ല. സംഭവം കണവാന്ന് പറഞ്ഞൊരു മീനാ. അതെനിക്കറിയാം. ഇത് ഉൾക്കടലിൽ മാത്രം കാണുന്ന മീനാണ് കണവ. അതെ. എരന്ന് പോയിട്ടങ്ങൾ എന്ന് വെച്ചാൽ ഇവര് എരന്ന് മേടിച്ചതാ. പോയിട്ട് അങ്കിൾ ഇവിടെ അങ്കിൾ നിങ്ങൾ മാത്രമേ ഉള്ളൂ. അതെ. നിങ്ങൾ അടുത്തോണ്ട് പോയെന്ന് ഇവര് പറയുന്നത്. എന്റെ ദൈവമേ, അങ്കിൾ അവരുടെ ആമേനെ നിങ്ങൾ എടുത്തോണ്ട് പോയെന്ന്. എന്നെ കണ്ട ആൾക്കാരുടെ മീനും ആമയൊക്കെ കടിച്ചുകൊണ്ട് പോവാൻ ഞാൻ ആരാ? കണ്ടംപൂച്ച. കാര്യം കണ്ടംപൂച്ചയുടെ ഫിഗർ ഉണ്ടെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ പറയാവോ? എന്നാ കാണിക്കൂ ഇത്? പൂച്ചയുടെ ഫിഗർ പിടിച്ചതാ. என்னங்க இது? எதுவுமே புரியல. என்ன? ஐயோ என் கனவை இதுதான். സംഭവം ഉണ്ടല്ലോ, നിങ്ങൾ നിരപരാധിയാ. ആണോ? രക്ഷപ്പെട്ട്. കുട്ടിച്ചനാണ് അവരുടെ കണവ എടുത്തോണ്ട് പോയത്. കിച്ചൻ കണവ. ഈ കണവ എന്ന് പറഞ്ഞ നിസ്സാരം മീനല്ലേ ഇത് സാധനം. എടാ പുള്ള പുറംകടലിൽ ഈ സാധനം ഉണ്ടെന്ന്. അത് ഇത് കിട്ടാനില്ല. ഇതിപ്പോ കുട്ടിച്ചന് തന്നെ എടുത്തിട്ട് വറുത്ത് നിന്നോ? എന്നാ ചെയ്തത്? എനിക്കാണ് കണവാന്ന് കേക്കണ തന്നെ ഗ്യാസ് അടവിനാ. കണവാന്ന് പറയും നമ്മള്. കുറെ നേരമായി എന്തൊക്കെ പൊട്ടത്തരങ്ങളായി വിളിച്ചു പറയണ. ഞാൻ പറയണൊന്നും നിനക്കൊക്കെ മനസ്സിലാവുന്നില്ല പൊട്ടൻ. എന്നമ്മ ഇന്ത മാതിരി പേசுற? എനിക്ക് ഒന്നുമേ പുറിയല്ല. ഇത് നിങ്ങൾ എന്തിനാ ഇത് തമിഴ് പറയണത്? അല്ലേ ഇവള് മലയാളം പറയുന്നത്. അവള് മലയാളം പറയുന്നത്, നിങ്ങൾ തമിഴ് പറയോ? നീ എന്തിനാണ് ഈ മലയാളം പറയണത്? അത് എന്റെ ക്യാരക്ടറിന് കുറച്ച് ബിൽഡപ്പ് കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞേ. അയ്യോ, നീ ബിൽഡപ്പ് കൊടുത്തുകൊണ്ട് സ്കിറ്റ് ഇപ്പൊ 100 കയറി നിന്ന്. പിന്നെ അല്ല. എന്നാ നിന്റെ പ്രശ്നം എന്നാ? എൻ പേര് സിന്ധുങ്ക. സിന്ധു ഇവിടെയാണ്. ഒഴുക്ക് മൊത്തം ഇവിടെയാണല്ലോ. ഞാൻ കാര്യം ചോദിച്ചു വിടാം. അല്ല, ഞാനിവിടെ നിൽക്കാം. കുടുംബക്കാരിയാമല്ലോ സംസാരിച്ചോളാം. നീ ഇവിടെ വെറുതെ കാര്യം ഇവിടെ വേണ്ട. അല്ലേ കാണാൻ കൊള്ളാന്നൊരു പെണ്ണ് വന്നപ്പോഴേക്കും കുടുംബക്കാരും ഞാൻ മൈക്ക് സെറ്റ് ചെയ്യാറുണ്ട് അല്ലേ? என் கணவன் தான். என் கணவன் இறந்து போயிட்டான். தெரிஞ்சதுக்கு அப்புறம் ஓடி வந்துட்டேன் நான். எனக்கு எதுவுமே வேண்டாம் ஐயா. നിർത്ത്. നീ ഇവിടെ വന്ന് കടവനാണ് കടവയാണ് പൊണ്ടാട്ടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. തെളിവുണ്ടോ? തെളിവ് ഇருக்கு. 2 പേര് ഇருக்கு. എവിടെ? പക്ഷെ സ്കൂൾ വിട്ട് വന്നില്ല, അല്ലെങ്കിൽ കൊണ്ടുവന്നേരം ഞാൻ. ഇതൊന്നും പറഞ്ഞാൽ പറ്റൂല. വിശ്വസിക്കാൻ പറ്റിയ നല്ല തെളിവുണ്ടെങ്കിൽ കാണിക്ക്. ഇருக்கு. இந்த ഫോട്ടോ നോക്ക്. അയ്യേ, സത്യം പറ, ഇത് AI അല്ലേ? അല്ല, CA ആണെന്ന് പറഞ്ഞ എന്നെ കല്യാണം കഴിച്ചേ. എടാ സൽപ്പേരെ, ഇവന്റെ ബ്രാഞ്ച് കേരളത്തിലാണെങ്കിലും ഹെഡ് ഓഫീസ് തമിഴ്നാട് തന്നെ. എനിക്കറിയാം. ഇത് ഞാൻ സംഭവം എന്നാന്നറിയോ? ഈ പുള്ളിക്ക് ഇവിടെ ഭയങ്കര സൽപ്പേരാ. ഈ ഒരു കാര്യം നാട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള പേര് മൊത്തം പോവും. ഇത് നമ്മൾ 2 പേരും അല്ലാതെ ഒരു പൂച്ചക്കുഞ്ഞു പോലും അറിയാൻ പാടില്ല. മനസ്സിലായല്ലോ? ഇനിയിപ്പോ എന്നെ വേണ്ട, ഒരു മെഴുതിരി കത്തിക്കണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ സാധിച്ച് തന്നോളാം. പിള്ളേർക്കുള്ള ഉപ്പുമാവും കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു വെച്ചു. അവസാനം എന്റെ പടലിലേക്ക് പിടിക്കല്ലോ കേട്ടോ. അത് ഓരോ കാര്യങ്ങൾ കേട്ടിട്ട് വന്നു. ഈ വന്ന മെനകെട്ടവനുണ്ടല്ലോ, ഇവൻ ഒരിക്കലും അറിയരുത്. വാർത്താ പ്രചരണത്തില് 24 ന്യൂസ് വരെ ഇവന്റെ 2ാമത് നിൽക്കുള്ളൂ. ഉള്ള ഏതുകൾ മൊത്തം എല്ലായിടത്തും പോയി പറയുകയും ചെയ്യും. എന്നാലും ഇത് ആരായിരിക്കും? ഈ കുട്ടിച്ചന്റെ വീട്ടിലെ ബർത്ത്ഡേ ഒക്കെ ഞാനാ ചെയ്തേക്കണം. ഞാൻ ഇങ്ങനത്തെ ഒരു പെണ്ണുങ്ങളെ കണ്ടിട്ടേ ഇല്ല. ഈ കുട്ടിച്ചന്റെ വീട്ടിൽ വന്ന ബർത്ത്ഡേ പരിപാടിക്കാണ് പെണ്ണുങ്ങളെ കാണാനാണോ? പെണ്ണുങ്ങളെ കാണാൻ വേണ്ടി ബർത്ത്ഡേ പരിപാടിക്ക്. ഇതിപ്പോ ആരാന്ന് നിനക്കറിയാൻ? അത്രേ ഉള്ളൂ. ഇതെന്റെ ഗേൾഫ്രണ്ടാ. കണ്ണു കെട്ടി വിട്ടാ പോലും കിട്ടത്തില്ലല്ലോ. അത് ഞാനങ്ങ് വിശ്വസിക്കണം. ഇത് തന്റെ ഗേൾഫ്രണ്ട് ഒന്നും അല്ല. ഇത് ആരേത്? ഇത് മലയാളത്തിൽ എന്ത് പറയുന്ന? എന്ത് പറയും? നിനക്ക് കുശുമ്പ്. കുശുമ്പുണ്ടായിട്ടല്ല. ഈ സംഭവം അറിഞ്ഞില്ലെങ്കിൽ കാലേന്ന് ഒരു തെരുപ്പ് കയറി ഇങ്ങനെ തലയിരുന്നിട്ട് ഒരു പ്രയാസം. ആരോടെങ്കിലൊക്കെ പറയേണ്ടതല്ലേ നമ്മുടെ ജീവിത ലക്ഷ്യം. ഇത് എന്റെ വളരെ ക്ലോസ് ആണ്. അങ്ങനെയാണ് ചേച്ചീനെ വിളിച്ചൊന്ന് ചോദിക്കണല്ലോ. നീ നിന്റെ ചേച്ചീനെ വിളിച്ചോടാ. എനിക്ക് തന്നെ കുഴപ്പം. എന്റെ ചേച്ചീനെ അല്ല, നിങ്ങളുടെ ഭാര്യനെ. എടാ, കുടുംബം കലക്കണേല് ഡിപ്ലോമ എടുത്തവനെ നീ വെറുതെ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യരുത്. പിന്നെ ഇപ്പൊ ബോഡി വരാറായിട്ട് കാര്യങ്ങൾ നോക്ക്. ശരിയാ. ഇനിയിപ്പോ ഞാൻ ആവശ്യമില്ലാത്ത കാര്യത്തിലാണ്. ഇപ്പൊ കൊയറുകാരി ഒന്ന് പാട്ടിയൊക്കെ നേരത്ത് മൈക്ക് കിട്ടിയെന്ന് പറയും. ഒന്ന് ചെക്ക് ചെയ്തേ. അച്ഛൻ വരുമ്പോ ഒപ്പിച്ചിടാണല്ലോ. അല്ല ചേട്ടാ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. ഒന്ന് ഒച്ചാലും പറഞ്ഞു. ഒരു സാധനം അടിച്ചേ.
മരണ വീട്ടിൽ വന്ന കരക്കാരേ കരക്കാരേ ഹേമന്ത്. കടലമ്മ കരഞ്ഞല്ലേ തെച്ചത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, കരയല്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ കടലമ്മ വീഡിയോ പെണ്ണുമ്പുള്ള നിങ്ങൾ എന്നീ കാണിക്കണേ. നിങ്ങൾ എന്തിന് ഹേമന്തേന്ന് വിളിച്ചത്? ഞാൻ ചുമ്മാ ഒരു ഓളത്തിൽ അങ്ങോട്ട് വിളിച്ചല്ലേ. ഓളത്തിൽ വിളിക്കാൻ കുട്ടിച്ചന്റെ കല്യാണമാണ് ഇവിടെ നടക്കുന്നത്. ഈ മൈക്കിങ് കൊണ്ടത്. അയ്യോ എന്റെ ദൈവമേ, കുട്ടിച്ചന്റെ ബോഡി വന്ന്. അയ്യോ എന്നതാ? അയ്യോ എന്നെ കൊണ്ട് കാണിക്കോ, ഓലെ. എന്നെ കാണിക്കോ. ഞാൻ പോയി ഒപ്പിച്ചെടുക്കാം. ഉമ്മ ഇരിക്കും. അയ്യോ അയ്യോ എന്നെ കുട്ടിച്ചോ കുട്ടിച്ചോ എന്നെ കാണിക്കോ. സ്വർഗയാത്ര ചെയ്യുന്നു സമാധാനം കിട്ടും. എൻ സ്വദേശം എന്നെ കാണിക്കേ. കുട്ടിച്ചനെ കാണണ്ട. കുട്ടിച്ചിനെ എന്റെ പട്ടിക്ക് കാണണോടാ. അവിടെ നിൽക്കണ ആ പച്ചതാരി എടുത്ത പെണ്ണിനെ കാണിക്കേ. മഴ വീട്ടിൽ കിടന്ന് സൗഹൃദം കാണിക്കുന്നു. രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എന്നീ കാണിക്കണേ. എൻ സ്വദേശം കാൺമതിനായി ശ്രദ്ധപ്പെട്ടോടിടുന്നു. അവർക്ക് ഭ്രാന്താന്ന് ഓർക്കാം. തനിക്ക് തിന്നത്തിന്റെ കേടാ. എണീറ്റിരിക്കണോ? കാൺമതിൻ എന്റെ ബാട്ടിലൊന്ന് ഊരിയാവണവേ. എന്നൊക്കെ കാണിക്കണത്. ഈ വയ്യാത്ത അമ്മച്ചേക്ക് ഇത് എങ്ങോട്ട് ഇറങ്ങി ഓടണേ? നീ കയറി പിടിക്കാൻ തരുന്നത്. ഒരു തിരി കത്തിച്ച് അടങ്ങുമായിരിക്കും. തിരി കത്തിച്ച് കൊടുക്കണവേ. നീ കാണിക്കണേ. எடுக்குங்க, நான் வைக்கிறேன், நான் வைக்கிறேன். അയ്യോ എന്റെ ദൈവം. എടാ ഇതിന് പ്രാന്താടാ പ്രാന്ത്. അല്ല ഞാൻ ചോദിക്കട്ടെ, എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. ഇവരുടെ കുന്തളിപ്പൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരാന്ന് എനിക്ക് തോന്നണില്ല. ഇത് ഈ പുള്ളിയുടെ സെറ്റപ്പോ അങ്ങനെ എന്തോ ഒരു സാധനമാണിത്. നീ എന്നെ കൊണ്ട് പറയിക്കാൻ നോക്കണ്ടോ? ഞാൻ പറയില്ല. പറയണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ വേറെ ആരോടെങ്കിലും പറയോ? ഇല്ല, ഞാൻ ആരോടും പറയത്തില്ല. എന്നാ അമ്മച്ചീനെ പിടിച്ച സത്യോട്ടെ. നിങ്ങളുടെ അമ്മച്ചിയാണെങ്കിൽ സത്യം. എന്റെ അമ്മച്ച നിന്റെ അമ്മച്ച എന്നാ തൊഴിലുറപ്പിന് പോയിക്കോണോ? എന്റെ അമ്മേനെ പിടിച്ച സത്യം. എന്റെ അമ്മച്ചിയാണ് സത്യം. സംഭവം എന്താ പറയാമോ? എന്നാ ഇത് ഈ പുള്ളിക്കാരന്റെ കള്ളഭാര്യയാണ്. കള്ളവാരിയോ? ഇവിടെ മാത്രമല്ല, പിന്നെ കർണാടകയിൽ 2, ശ്രീലങ്കയിൽ 3 സിംഹള പെൺകുട്ടികൾ ഈ പുള്ളിക്ക് സ്വന്തമായിട്ടുണ്ട്. എന്നിട്ടാണോ ഇങ്ങനെ ഇവിടെ സൽപ്പേരാന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കണത്? എന്റെ ദൈവമേ, ചത്തുപോയില്ല. ഇത് തന്നെ നീ മിണ്ടാണ്ടിരിക്കെ. ഒരു മനുഷ്യൻ നമ്മളല്ലാതെ ഇതറിയാൻ ഞാനും നിങ്ങളും അല്ലാണ്ട് വേറെ ആരും അറിയത്തില്ല. ഒരു മനുഷ്യൻ അറിയരുത്. ഇല്ല. ഇറക്കി വിടറാ. കുട്ടിച്ചന്റെ ഭാര്യ നമുക്ക് മനസ്സിലാണല്ലോ. ഇറക്കി വിടറാ. കുട്ടിച്ചന്റെ ഭാര്യ കുട്ടിച്ചൻ ഇത് മാത്രമല്ല വേറെ ഭാര്യ ഉണ്ടല്ലോ. അവളെ ഇറക്കി വിടറാ. എടാ നമ്മൾ ഈ പറഞ്ഞ കാര്യം പുറത്തെ ആൾക്കാർ അറിഞ്ഞെങ്ങനെയാ? സംഭവം എന്നാന്നറിയാമോ? മൈക്ക് ഓഫ് ചെയ്യാൻ മറന്നുപോയി. എടാ അപ്പൊ സൽപ്പേര് ദുഷ്പേര്